ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായ മിസ്റ്റേക്ക് എന്നുള്ള ഭാഗമാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്കുമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. രണ്ട് തരത്തിലുള്ള മിസ്റ്റേക്കാണ് പറഞ്ഞിട്ടുണ്ടായത്. ബൈലാട്രൽ മിസ്റ്റേക്കും യൂണിലാട്രൽ മിസ്റ്റേക്കുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ബൈലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസിനും തെറ്റുകൾ സംഭവിക്കുന്നു അല്ലേ. ഇതിൽ മറ്റേതിലാണെങ്കിൽ യൂണിലാട്രൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വരുന്ന തെറ്റിനെയാണ് യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കാം. അപ്പം മിസ്റ്റേക്ക് എന്നുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ, ഇഫ് ദ എഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് അണ്ടർ എ മിസ്റ്റേക്ക്, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുന്നു, മിസ്റ്റേക്കിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് മീൻസ് ദാറ്റ് ദർ ഈസ് നോ കൺസെൻറ്റ് വിച്ച് ദ കൺസെൻറ്റ് ഈസ് നള്ളിഫൈഡ് ബൈ, നള്ളിഫൈ ചെയ്യുന്ന അസാധുവാക്കുക അല്ലേ, മിസ്റ്റേക്ക്. ദെൻ ദ എഗ്രിമെൻറ്റ് ഹാസ് നോ ലീഗൽ ഇഫക്റ്റ്. അങ്ങനെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ലീഗൽ ഇഫക്റ്റ് ഇല്ല, ഇറ്റ് ഈസ് ഇൻവാലിഡ്, അത് ഇൻവാലിഡായിട്ട് മാറുന്നു. അതൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്ക് എന്നുള്ള ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ട് തരത്തിലാണ് മിസ്റ്റേക്ക് പറഞ്ഞത്, മിസ്റ്റേക്ക് ബൈ ലോ, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. മിസ്റ്റേക്ക് ബൈ ലോനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു. അതിൽ വരുന്നതാണ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ എന്നും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ, അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ മിസ്റ്റേക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിമിലർലി മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്, പിന്നെ രണ്ടാമത്തെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബൈലാട്രൽ മിസ്റ്റേക്ക് എന്നും യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്നും ഡിവൈഡ് ചെയ്തു. ഒന്നുകൂടി പറയാം, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക്, മിസ്റ്റേക്കിനെ നമ്മൾ പ്രധാനമായും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ മിസ്റ്റേക്ക് ഓഫ് ലോ, സെക്കൻഡ് വൺ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് മിസ്റ്റേക്കിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ മിസ്റ്റേക്ക് ഓഫ് ലോ, രണ്ടാമത്തെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി മിസ്റ്റേക്ക് ഓഫ് ലോ, ലോ പറഞ്ഞാൽ നിയമപ്രകാരം ഉണ്ടാവുന്ന മിസ്റ്റേക്കാണ്. അതിൽ രണ്ടെണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ അല്ലേ, ഇന്ത്യൻ ലോയിൽ വരുന്ന മിസ്റ്റേക്കുകൾ, അതുപോലെ ഫോറിൻ ലോ അല്ലേ. മറ്റേതിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ബൈലാട്രൽ മിസ്റ്റേക്ക് എന്നും യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്നും, അങ്ങനെ രണ്ടായിട്ടാണ് ഇവിടെ മിസ്റ്റേക്കുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഫസ്റ്റ് വൺ നമ്മൾ തുടങ്ങുന്നത് മിസ്റ്റേക്ക് ഓഫ് ലോ ആണ്. മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് രണ്ടെണ്ണം, മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും അല്ലേ. മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ അല്ലേ. അപ്പം നമ്മുടെ നിയമപ്രകാരം ഇന്ത്യൻ ലോയിൽ എന്തൊക്കെ തെറ്റുകൾ ആണോ വരുന്നത് വെച്ചെങ്കിൽ അതാണ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയിൽ പറയുന്നത് അല്ലേ. there is a derived general rule is that എന്താണ്, ignorance of law is no excuse. ഇപ്പം നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ട് പറഞ്ഞു അയ്യോ നമുക്ക് അറിയാണ്ട് തെറ്റ് പറ്റിപ്പോയതാണ് അല്ലേ. നമ്മളിപ്പോൾ ജനറലായിട്ടിപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അയ്യോ എനിക്ക് അറിയണ്ടായിരുന്നില്ല, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ് ഈ തെറ്റ് എന്ന് പറയും. പക്ഷേ നിയമം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശരിയായ തരത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് there is no excuse, അതിന് എക്സ്ക്യൂസ് ഇല്ല. നമ്മൾ എന്തായാലും നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം, അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അറിഞ്ഞില്ല എന്നുള്ളത് യാതൊരു എക്സ്ക്യൂസുമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. there is a derived general rule that ignorance of law is no excuse. ignorance of law, നമുക്ക് നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. Here law means that law of the land. Hence if a person does not the law of his country, he must then suffer the consequence അല്ലേ. അപ്പോൾ ഒരാൾക്ക് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമുക്ക് തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസ് പറഞ്ഞാൽ പരിണിത ഫലങ്ങൾ, എന്തൊക്കെ ഫലങ്ങളാണോ നമ്മൾ ആ തെറ്റ് ചെയ്തുകൊണ്ടുണ്ടാവുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ എന്തായാലും നമ്മൾ അത് അനുഭവിച്ചേ പറ്റൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയിൽ പറയുന്നത്. അപ്പം നമുക്ക് തെറ്റ് പറ്റി എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസുമല്ല. തെറ്റ് പറ്റിയാൽ നമ്മൾ അതിനുണ്ടാവുന്ന കോൺസിക്വൻസ്, പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് വെച്ചെങ്കിൽ നമ്മളത് അനുഭവിച്ചേ പറ്റൂ. അതിനെയാണ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ എന്നുള്ളതിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാം. എ ആൻഡ് ബി മേക്സ് എ കോൺട്രാക്റ്റ്. എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. ഓൺ ദീസ് എറോണിയസ് ബിലീഫ്, എറോണിയസ് എന്ന് പറഞ്ഞാൽ തെറ്റായ ബിലീഫ്, എന്താണ് ബിലീഫ് പറഞ്ഞാൽ വിശ്വാസം, എന്താണ് എ പർട്ടിക്കുലർ ഡെപ്റ്റ് ഈസ് ബാർഡ് ബൈ ദ ഇന്ത്യൻ ലോ ഓഫ് ലിമിറ്റേഷൻ. ബാർഡ് പറഞ്ഞാൽ തടഞ്ഞിട്ടുണ്ട് അല്ലേ. പർട്ടിക്കുലർ ഡെപ്റ്റ്, ചില ഡെപ്റ്റുകൾ, ചില കടങ്ങൾ ഇന്ത്യൻ ലോയിൽ എന്ത് ചെയ്യുന്നത്, തടഞ്ഞു വെച്ചിട്ടുണ്ട്.
ദി കോൺട്രാക്റ്റ് ഈസ് നോട്ട് വോയിഡബിൾ ബട്ട് ഈസ് വാലിഡ്. ആ കോൺട്രാക്റ്റ്, അങ്ങനത്തെ കോൺട്രാക്റ്റ് വോയിഡബിൾ അല്ല, പക്ഷേ അത് വാലിഡ് ആണ്. അപ്പോൾ നമുക്കറിയില്ലേ, നമുക്ക് നമ്മൾ വിചാരിക്കുകയാണ് ചില ഡെപ്റ്റൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ തെറ്റായ ഒരു ധാരണയായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ തെറ്റായ ധാരണ നമ്മൾ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അത് വോയിഡബിൾ ആണ്, ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ്. അതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ എന്തെങ്കിലും നിയമം, നമ്മൾ ഇന്ത്യൻ ലോ എന്താണ് എന്ന് നമുക്ക് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. അത് അറിഞ്ഞില്ല എന്നുള്ളതിന് യാതൊരു തരത്തിലും എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിന് നമ്മൾ തന്നെയായിരിക്കും ഉത്തരവാദി എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ കേട്ടോ. Mistake of foreign law is a mistake of fact. A person is supposed to know the laws of his country, but he cannot expected to knows the laws of other countries. അല്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളൊക്കെ അറിയാം, മറ്റുള്ള രാജ്യങ്ങളുടെ നിയമം അറിയണമെന്നില്ല. Thus, if both the parties under a mistake relating to a foreign law, the contract will be void. അല്ലേ? അപ്പോൾ thus, if both the parties are under a mistake, അപ്പോൾ നമ്മളും പിന്നെ ഫോറിൻ രാജ്യങ്ങളിലൊരാളും മിസ്റ്റേക്ക് പ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തത് വെച്ചെങ്കിൽ, നമുക്ക് തെറ്റുകൾ സംഭവിച്ചുവെങ്കിൽ ദാറ്റ് ഈസ് വോയിഡ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, ഒരു ഉദാഹരണം പറയുന്നത്. എ പർച്ചേസ് എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഓഫ് 192 സ്ക്വയർ ഫീറ്റ് മീറ്റേഴ്സ് ഫ്രം ബി ഇൻ ദുബായ്. ദുബായിൽ ഒരു 192 സ്ക്വയർ മീറ്റേഴ്സ് വാങ്ങിച്ചു. ബിലീവിങ് ദാറ്റ് എ ഹൗസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഓവർ ഇറ്റ്. അതിലൊരു വീട് പണിയണം എന്ന് വിചാരിച്ചിട്ടാണ് എ പർച്ചേസ് ചെയ്തത്. പ്ലോട്ട് ഓഫ് ലാൻഡ് വാങ്ങിച്ചു, ബിയുടെ കയ്യിൽ നിന്ന് 192 സ്ക്വയർ ഫീറ്റ് മീറ്റേഴ്സ് വരുന്ന ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ് വാങ്ങിച്ചു അല്ലേ. എന്താണ് അയാളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്? അവിടെ ഒരു വീട് കൺസ്ട്രക്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ആക്ച്വലി എത്ര ഉണ്ടെങ്കിലേ അവിടെ ദുബായിൽ വീട് പണിയാൻ പറ്റുള്ളൂ, അതാണ് പറയുന്നത്. ആക്ച്വലി ഇൻ ദുബായ് no house can be constructed on a plot of less than 200 square meters. 200 square meters ഇല്ലെങ്കിൽ അവിടെ വീട് പണിയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? 200 സ്ക്വയർ മീറ്റേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 192 സ്ക്വയർ മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ കോൺട്രാക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ രണ്ട് പാർട്ടീസും അത് അവോയ്ഡ് ചെയ്യുക. കാരണം ഫോറിൻ ലോ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യണം വിചാരിച്ചിട്ട് 192 സ്ക്വയർ മീറ്റേഴ്സ് ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ ദുബായിലെ നിയമപ്രകാരം 200 സ്ക്വയർ മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അതെന്തായി? വോയിഡായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ പഠിച്ചു അല്ലേ. രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ മിസ്റ്റേക്ക് ഓഫ് ലോ, രണ്ടാമത്തെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ലോ പ്രകാരം അതിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, ഇന്ത്യൻ ലോയും ഫോറിൻ ലോയും അല്ലേ. അപ്പോൾ ഇന്ത്യൻ ലോ അറിയാണ്ടേ നമ്മൾ വല്ല തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്, നമുക്ക് നെഗ്ലിജൻസ്, അറിവില്ലായ്മ കൊണ്ടാണ് അത്, ഇഗ്നറൻസ് കൊണ്ടാണ് പറ്റിയത് എന്ന് പറഞ്ഞാൽ അതിനൊരു യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇല്ല. നമുക്കത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ എന്ത് പരിണിത ഫലമായാലും നമ്മളത് അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഫോറിൻ ലോയിൽ പറയുന്നത് രണ്ട് പാർട്ടീസും അറിയാണ്ട് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വോയിഡായിരിക്കും, അത് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മളതിൽ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്കിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, മിസ്റ്റേക്ക് ഓഫ് ലോനെ രണ്ടായിട്ട്, ഇന്ത്യൻ ലോയും ഫോറിൻ ലോയും. നെക്സ്റ്റ് വൺ പറയുന്നതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. ഫാക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ബൈലാട്രൽ മിസ്റ്റേക്ക് എന്നും യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്നും. അങ്ങനെ രണ്ടായിട്ടാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു ടേംസ് ആൻഡ് കണ്ടീഷൻ ഓർ എനി ഫാക്റ്റ് എസെൻഷ്യൽ ടു ദി എഗ്രിമെൻറ്റ്. നമ്മൾ എന്ത് പറയാം? മിസ്റ്റേക്ക് റിലേറ്റിംഗ്, മിസ്റ്റേക്ക് എങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു, മിസ്റ്റേക്ക് എങ്ങനെ സംഭവിക്കുന്നതാണ്? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓർ എനി ഫാക്ട്സ് എസെൻഷ്യൽ ടു ദി എഗ്രിമെൻറ്റ്. എസെൻഷ്യൽ അഗ്രിമെൻറ്റ് സച്ച് എ മിസ്റ്റേക്ക് ഈസ് നോൺ ആസ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഈസ് എ ഗ്രൗണ്ട് അവോയ്ഡൻസ് ഓഫ് കോൺട്രാക്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ നമുക്ക് എന്താ വേണ്ട? അവോയ്ഡൻസ്. ആ കോൺട്രാക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഈസ് എ ഗ്രൗണ്ട് ഓഫ് അവോയ്ഡൻസ് ഓഫ് കോൺട്രാക്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബൈലാട്രൽ മിസ്റ്റേക്ക് ആൻഡ് യൂണിലാട്രൽ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ബൈലാട്രൽ എന്നും യൂണിലാട്രൽ എന്നും രണ്ടായിട്ടാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ബൈലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വൺ. ബൈലാട്രൽ മിസ്റ്റേക്ക് ശ്രദ്ധിക്കാം. ബൈലാട്രൽ എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കും? ബോത്ത് ദി പാർട്ടീസ്, രണ്ട് പാർട്ടീസും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ബൈലാട്രൽ എന്ന് പറയുന്നത്.
if both the parties to an agreement are under a mistake of fact essential to the agreement, such a mistake is called bilateral mistake of fact. Section 60 of the Act lays down that when both the parties to an agreement are under a mistake as to a matter of fact essential to the agreement is void. രണ്ട് പേർക്കും തെറ്റുപറ്റുകയാണ്, നമ്മളിപ്പോൾ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിൽ രണ്ട് പേർക്കും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇഫ് ബോത്ത് പാർട്ടീസ് ടു ആൻ അഗ്രിമെൻറ്റ്, ബോത്ത് പാർട്ടീസ് എയും ബിയും തമ്മിലാണ് കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത് വെച്ചെങ്കിൽ രണ്ട് പേർക്കും തെറ്റുകൾ സംഭവിക്കുന്നു അല്ലേ. അപ്പോൾ അത് വേണം ബൈലാറ്ററൽ, ബൈ എന്ന് പറഞ്ഞാൽ ടു അല്ലേ, ബൈലാറ്ററൽ മിസ്റ്റേക്ക്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക, എന്നാലേ നമുക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ. കുറേ ലോസ് നമുക്ക് പഠിക്കാനില്ലേ, അപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ ഇഫ് ബോത്ത് ദി പാർട്ടീസ് ടു ആൻ അഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക്, രണ്ട് പാർട്ടീസിനും എന്ത് സംഭവിക്കുന്നു, മിസ്റ്റേക്ക് സംഭവിക്കുന്നു അല്ലേ, ഓഫ് ഫാക്ട് എസെൻഷ്യൽ ടു ദി അഗ്രിമെൻറ്റ്, സച്ച് മിസ്റ്റേക്ക് ഈസ് കോൾഡ്, അങ്ങനത്തെ മിസ്റ്റേക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സെക്ഷൻ 20യിലാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് പറയുന്നത്. Section 20 of the Act lays down where both the parties to an agreement are under a mistake as to matter of fact essential to an agreement. So the agreement is void. Hence, the following condition have to be filled for the application of Section 20. അപ്പോൾ സെക്ഷൻ 20 നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നതിന് താഴെ പറയുന്ന കണ്ടീഷൻസൊക്കെയാണ് നമുക്ക് ഫുൾഫിൽ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വലായിട്ട് അല്ലേ. ഇപ്പോൾ രണ്ട് പാർട്ടീസാണ് കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്നത് വെച്ചെങ്കിൽ രണ്ട് പേർക്കും ഒരേപോലെ മിസ്റ്റേക്ക് സംഭവിക്കുന്നതിനെയാണ് മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വലായിട്ട് വരിക എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്ട് നോട്ട് ഓഫ് ലോ പ്രകാരമല്ല, മസ്റ്റ് ബി ഓഫ് ഫാക്ട് പ്രകാരം, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലേ അതിനൊക്കെ അനുസരിച്ച് തെറ്റുകൾ സംഭവിക്കുന്നു. നെക്സ്റ്റ് വൺ, മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു ഫാക്ട് വിച്ച് മസ്റ്റ് ബി എസെൻഷ്യൽ ടു ദി അഗ്രിമെൻറ്റ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ടേംസിലൂടെ തെറ്റ് സംഭവിക്കുകയും ആ ടേം എന്ന് പറയുന്നത് വിച്ച് ഈസ് എസെൻഷ്യൽ ടു എൻ അഗ്രിമെൻറ്റ്, നമ്മുടെ അഗ്രിമെൻറ്റിന് എസെൻഷ്യൽ ആയ കാര്യവുമാവുക. ഇതൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് പറ്റുന്നത് അല്ലേ. ബൈലാറ്ററൽ രണ്ട് പേർക്കും ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ രണ്ട് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ, ആ രണ്ട് പേർക്കും ഒരേപോലെ തെറ്റുകൾ സംഭവിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, if both the parties to an agreement are under a mistake of fact essential to the agreement, such a mistake is called bilateral mistake of fact. Section 20 of the Act lays down that where both parties to an agreement are under a mistake so as a matter of fact essential to the agreement is void. എങ്ങനെയൊക്കെയാണ്, hence the following condition have to be fulfilled for the application of section 20. താഴെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ പറഞ്ഞാൽ രണ്ട് പേരും അറിഞ്ഞിട്ട് നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നതിനെയാണ് മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബോത്ത് ദി പാർട്ടീസ് മസ്റ്റ് ബി അണ്ടർ എ മിസ്റ്റേക്ക്, രണ്ട് പാർട്ടീസിനും അല്ലേ, തെറ്റ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ രണ്ട് പാർട്ടീസാണ് ഉണ്ടായിരിക്കുക, രണ്ട് പാർട്ടീസിനും എന്ത് സംഭവിക്കുന്നു, തെറ്റുകൾ സംഭവിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ എന്ന് പറയുന്നത്. They make the agreement on assumption that existence of something which subsequently proves to be false അല്ലേ. They make the agreement, അവരൊരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ഓൺ ദി അസംഷൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം എക്സിസ്റ്റൻസ് വേണം, നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ വിച്ച് സബ്സീക്വൻ്റ്ലി പ്രൂവ്സ് ടു ബി ഫോൾസ്, അത് ഫാൾസായി മാറുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്ട് നോട്ട് ഓഫ് ലോ അല്ലേ. മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്ട് നോട്ട് ഓഫ് ലോ എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു എ മാറ്റർ ഓഫ് ഫാക്ട് അല്ലേ. അടുത്ത് പറയുന്നതാണ് മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു എ മാറ്റർ ഓഫ് ഫാക്ട്. ഫാക്റ്റിനനുസരിച്ച്, ഫാക്റ്റിൽ പറയുന്നത് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെയാണ് പറയുന്നത്, അതിനനുസരിച്ചിട്ട് അല്ലേ. മിസ്റ്റേക്ക് മസ്റ്റ് ബി relate to a matter of fact. It should not be a mistake concerning some law പ്രകാരമല്ല മാറ്റർ ഓഫ് ഫാക്റ്റിലൂടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്ക് മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്ട് നോട്ട് ഓഫ് ലോ എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു എ മാറ്റർ ഓഫ് ഫാക്ട്, ഇറ്റ് ഷുഡ് നോട്ട് എ മിസ്റ്റേക്ക് കൺസേണിങ് സം ലോ അല്ലേ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ഇതിൽ പറയുന്ന പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ അല്ലേ. ഇപ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിലാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചെങ്കിൽ രണ്ട് പേർക്കും പറ്റുന്ന തെറ്റിനെയാണ് മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് മ്യൂച്വൽ എന്നുള്ളതിൽ പറഞ്ഞത് അല്ലേ. പിന്നെ അടുത്ത് പറയുന്നത് മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്ട് നോട്ട് ഓഫ് ലോ അല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്റ്റ് പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം നമുക്ക് തെറ്റുപറ്റുക, ലോ പ്രകാരം അല്ലാണ്ട്. അതാണ് പറയുന്നത്. The mistake must relate to a matter of fact. Matter of fact പ്രകാരമാണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. It should not be a mistake concerning some law. ലോ പ്രകാരമല്ലാണ്ട് മാറ്റർ ഓഫ് ഫാക്റ്റ് പ്രകാരമാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, A agreed to sell his Maruti car which was laying in his garage. Unknown to both the parties, the car was stolen by day earlier. It is a mistake of fact. അപ്പോൾ എന്താ പറയുന്നത്, ആ കാറ് മുന്നേ സ്റ്റോളൻ ചെയ്തു, ആരോ എടുത്തു കൊണ്ടുപോയി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി യഥാർത്ഥ ഫാക്റ്റ് അറിയാണ്ട് തെറ്റുകൾ സംഭവിക്കുക. ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. അങ്ങനെ അഗ്രിമെൻ്റ് എന്താവുന്നു, വോയിഡ് ആവുന്നു. അതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് നോട്ട് ബൈ ലോ എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ ആ അസറ്റിന് എന്താണോ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല അല്ലേ. അങ്ങനെ സംഭവിക്കുന്ന തെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് നോട്ട് ബൈ ലോ എന്നതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു ദ ഫാക്ട് വിച്ച് മസ്റ്റ് ബി എസെൻഷ്യൽ ടു ദി എഗ്രിമെൻറ്റ് അല്ലേ. എന്താണ്, മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു ദി ഫാക്റ്റ് തന്നെയാണ്, പക്ഷേ ആ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എഗ്രിമെൻറ്റിന് എസെൻഷ്യൽ ആയൊരു കാര്യമാവുക അല്ലെ, വിച്ച് ഈസ് എസെൻഷ്യൽ ടു ദി എഗ്രിമെൻറ്റ്. സെക്ഷൻ 20 clearly points out that mistake must be relating to a subject matter essential to the agreement അല്ലേ. നമുക്ക് എസെൻഷ്യൽ ആണ്, നമുക്ക് അഗ്രിമെൻറ്റിന് എസെൻഷ്യൽ ആയ ഒന്നാണ്. It is to be noted that mutual mistake of fact which goes to the very root of the agreement and frustrates the very object of the agreement which will make the contracts void. അങ്ങനെയായാലും നമ്മുടെ കോൺട്രാക്റ്റ് എന്താവുന്നു, വോയിഡ് ആവുന്നു അല്ലേ. ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കുക. സെക്ഷൻ 20 ക്ലിയർലി പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ്, സെക്ഷൻ 20 പ്രകാരം പറയുന്നത് എന്താണ്, മിസ്റ്റേക്ക് മസ്റ്റ് ബി റിലേറ്റിംഗ് ടു എ സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് ഒരു സബ്ജക്റ്റ് മാറ്റർ, എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം, സബ്ജക്റ്റ് മാറ്റർ കൊണ്ടാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്. വിച്ച് ഈസ് എസെൻഷ്യൽ, ആ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എസെൻഷ്യൽ ടു ദി എഗ്രിമെൻറ്റ്, നമ്മുടെ എഗ്രിമെൻറ്റിന് എസെൻഷ്യൽ ആയ ഒന്നാണ് അത് എന്ന് പറയുന്നത്. അപ്പം it also be noted that mutual mistake of fact which goes to the very root of the management and frustrates the very object of the agreement which will make, അങ്ങനെ വരുമ്പോഴും നമ്മുടെ കോൺട്രാക്റ്റ് എന്താവുന്നു, വോയിഡ് ആവുന്നു. അപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു ഏതിലെ, സബ്ജക്റ്റ് മാറ്റർ അല്ലേ. സബ്ജക്റ്റ് മാറ്ററിൽ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അഗ്രിമെൻറ്റിന് അത് മസ്റ്റായ ഒന്നാണ് അല്ലേ, അതിലാണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത്. അപ്പോൾ എന്തുണ്ടാവുന്നു, ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ്, അതിലെന്താ പറയുന്നത്, മ്യൂച്വൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വിച്ച് ഗോസ് ടു ദി വെരി റൂട്ട് ഓഫ് ദി എഗ്രിമെൻറ്റ് അല്ലേ, നമ്മൾ ആ റൂട്ടിനെ തന്നെ എഗ്രിമെൻറ്റിൻ്റെ, ആൻഡ് ഫ്രസ്ട്രേറ്റ്സ് ദ വെരി ഒബ്ജക്റ്റ് ഓഫ് ദി എഗ്രിമെൻറ്റ്, ഒബ്ജക്റ്റിനെ തന്നെ, നമ്മുടെ ഒബ്ജക്റ്റ് പറഞ്ഞ ലക്ഷ്യം അല്ലേ, അതിനെ തന്നെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. വിച്ച് വിൽ മേക്ക് ദ കോൺട്രാക്റ്റ് ഈസ്, അത് കാരണം നമ്മുടെ കോൺട്രാക്റ്റ് എന്താവുന്നു, വോയിഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മിസ്റ്റേക്ക് ഓഫ് ബൈലാട്രൽ മിസ്റ്റേക്ക് എന്നുള്ളതിൽ പറയുന്നത് അല്ലേ. ബൈലാട്രൽ മിസ്റ്റേക്ക് പറഞ്ഞാൽ രണ്ട് പാർട്ടീസിനും ഒരുപോലെ അറിഞ്ഞിട്ടാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ആ ബൈലാട്രൽ മിസ്റ്റേക്കിൽ 3 കാര്യങ്ങളാണ് നമുക്ക്. ഹെൻസ് ദി ഫോളോയിങ് കണ്ടീഷൻ ഹാവ് ടു ബി ഫുൾഫിൽഡ് ഫോർ ദി അപ്ലിക്കേഷൻ ഓഫ് സെക്ഷൻ 20. സെക്ഷൻ 20യിലാണ് മിസ്റ്റേക്ക് പറയുന്നത്. താഴെ പറയുന്ന കണ്ടീഷൻസ് ആണ് നമുക്കിതിൽ അപ്ലൈ ചെയ്യാനുള്ളത്. 1, മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ, ഫസ്റ്റ് വൺ മ്യൂച്വലായിട്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്ട് ആൻഡ് നോട്ട് ഓഫ് ലോ, നിയമത്തിലല്ല നമ്മുടെ ഫാക്റ്റിൽ വരുന്ന തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത് പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വിച്ച് മസ്റ്റ് ബി എസെൻഷ്യൽ ടു ദി ഒരു സബ്ജക്റ്റ് മാറ്ററിന് തെറ്റുപറ്റി. ആ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഗ്രിമെൻറ്റിന് എസെൻഷ്യലായ ഒന്നാണ്, അതിലാണ് തെറ്റുപറ്റിയത് വെച്ചെങ്കിൽ. അങ്ങനെ 3 കണ്ടീഷൻസാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി ശ്രദ്ധിക്കുക അടുത്തത്, ടൈപ്സ് ഓഫ് ബൈലാട്രൽ മിസ്റ്റേക്ക്.
ഏതൊക്കെ തരത്തിലാണ് ബൈലാട്രൽ മിസ്റ്റേക്ക് വരുന്നത്? ഫസ്റ്റ് വൺ, എ ബൈലാട്രൽ മിസ്റ്റേക്ക് മേ ബി റിലേറ്റഡ് ടു 2 ടൈപ്സ്. 2 തരത്തിലാണ് നമ്മുടെ ബൈലാട്രൽ മിസ്റ്റേക്ക് വരുന്നത്. മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ ആൻഡ് മിസ്റ്റേക്ക് ആസ് ടു ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. രണ്ടായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ, സബ്ജക്റ്റ് മാറ്ററിന് തെറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അല്ലേ, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അല്ലേ, അതിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കുക. അങ്ങനെ 2 തരത്തിലാണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ ആൻഡ് മിസ്റ്റേക്ക് ആസ് ടു ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക, മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ where both the parties to an agreement are working under a mistake relating to the subject matter. അല്ലേ, ഒരു സബ്ജക്റ്റ് മാറ്ററിൽ തെറ്റ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 2 പാർട്ടീസാണ് ഉണ്ടായിരിക്കുക. അവർ 2 പേരും വർക്ക് ചെയ്യുന്ന സബ്ജക്റ്റ് മാറ്ററിൽ 2 പേർക്കും തെറ്റുകൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ 2 പേർക്കും ഒരേപോലെ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ എന്നുള്ളതിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, where both the parties to an agreement are working under a mistake relating to the subject matter, the agreement is void. agreement എന്തായിരിക്കും? void ആയിരിക്കും. മിസ്റ്റേക്ക് ടു ദ സബ്ജക്റ്റ് മാറ്റർ കവേഴ്സ് ദ ഫോളോയിങ് കേസസ്. ഏതൊക്കെ തരത്തിലാണ് സബ്ജക്റ്റ് മാറ്ററിന് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുക. 1, മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സബ്ജക്റ്റ്. എക്സിസ്റ്റൻസ് പറഞ്ഞ നിലനിൽപ്പ്. ഫസ്റ്റ് വൺ പറയുന്നത് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. എക്സിസ്റ്റൻസ് പറഞ്ഞാൽ എങ്ങനെയാണ് ആ സബ്ജക്റ്റ് മാറ്ററിൻ്റെ നിലനിൽപ്പ് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട്. മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. If both the parties to an agreement are under a mistake regarding എങ്ങനെയാ the existence of the subject matter, എക്സിസ്റ്റൻസിനനുസരിച്ച്, സോ the agreement is void. അങ്ങനത്തെ അഗ്രിമെൻറ്റുകൾ എന്തായിരിക്കും? void ആയിരിക്കും. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് വെച്ചെങ്കിൽ അത്. If the parties to an agreement have different subject matter in their minds. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. പാർട്ടീസ് ടു an agreement have different the agreement have different subject matter in their mind. That is, one party has ഒരാൾക്ക് has one thing in mind of means one thing, and other party has something. ഒരാൾക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ടായിരിക്കും, മറ്റൊരാൾക്ക് വേറൊരു കാര്യം അല്ലേ, ഒരേപോലെ ആയിരിക്കില്ല, ഉണ്ടാവും, ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കില്ല എന്നർത്ഥം. അപ്പം എന്ന് പറയുന്നത് വൺ പാർട്ടി ഹാസ് വൺ തിങ് ഇൻ മൈൻഡ് ആൻഡ് മീൻസ് വൺ തിങ്, ആൻഡ് ദി അതർ പാർട്ടി ഹാസ് സംതിങ് എൽസ് ഇൻ മൈൻഡ് ഓർ മീൻസ് സംതിങ് എൽസ്, വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. ദി അഗ്രിമെൻറ്റ് ഈസ് വോയിഡ് ബിക്കോസ് ദർ ഈസ് നോ, അവർ തമ്മിൽ ദർ ഈസ് നോ ഐഡൻറ്റിറ്റി, അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഐഡൻറ്റിറ്റിയും ഇല്ലാത്ത കാരണം ആ എഗ്രിമെൻ്റ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ദി എഗ്രിമെൻറ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് സംതിങ് ഇൻ ദ സെയിം മാനർ, ഒരുപോലെ ആയിരിക്കണം, ഒരുപോലെ ആയില്ലെങ്കിൽ അതെന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. അപ്പോൾ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ അല്ലേ. അപ്പോൾ ഐഡൻറ്റിറ്റി ഇല്ലായ്മ, 2 പാർട്ടീസ് തമ്മിൽ നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുക, എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരാൾ ഒരു കാര്യത്തിനെ ഒരു തരത്തിൽ വിചാരിക്കുന്നു, മറ്റൊരാൾ വേറെ തരത്തിൽ വിചാരിക്കുന്നു അല്ലേ. അവർ തമ്മിൽ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായി മാറുകയാണ് ചെയ്യുന്നത്? അത് വോയിഡായിട്ട് മാറുന്നു. അപ്പോൾ 2 ആൾ കൂടിയതാണല്ലോ ഈ ബൈലാട്രൽ മിസ്റ്റേക്ക്. അതിൻ്റെ ടൈപ്സിൽ നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ സബ്ജക്റ്റ് മാറ്റർ. നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. സബ്ജക്റ്റ് മാറ്ററിൽ മിസ്റ്റേക്ക് ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞത് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ പറഞ്ഞു. നെക്സ്റ്റ് വൺ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പറയുന്നത് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ടൈറ്റിൽ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററിൻ്റെ ടൈറ്റിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു ദ ടൈറ്റിൽ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ഇൻ എ ബൈലാട്രൽ മിസ്റ്റേക്ക് മെറ്റീരിയൽ ടു എ കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സപ്പോസ് എ പ്രോപ്പർട്ടി, നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, ഈസ് പൊസിഷൻ ഓഫ് എയുടെ പൊസിഷനിലാണ്, ബട്ട് ബൈ ലോ ഹീ ഈസ് നോട്ട് ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി, ബട്ട് ഓൺ ദി അസംഷൻ ദാറ്റ് ഹീ ഈസ് ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി.
പക്ഷേ അയാൾ ഓണറല്ല, നിയമപ്രകാരം അയാൾ ഓണറല്ല, പക്ഷേ അയാളുടെ അസംഷൻ പ്രകാരം അയാൾ ഓണറാണ് അല്ലേ. എ ഓഫർ ടു സെൽ ഹിസ് പ്രോപ്പർട്ടി ടു ബി. ശരിക്കും എ എന്ന് പറയുന്ന ഒരാൾ പ്രോപ്പർട്ടിയുടെ ഓണറല്ല, പക്ഷേ അയാളുടെ അസംഷൻ അയാൾ ഓണറാണ് എന്നാണ് അല്ലേ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? എ സെൽ ഹിസ് പ്രോപ്പർട്ടി ടു ബി. അയാൾ ആ പ്രോപ്പർട്ടി ആർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്? ബിക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ബി ആക്സെപ്റ്റ് ടു പർച്ചേസ് ഇറ്റ്. ബി അത് വാങ്ങിക്കാൻ വേണ്ടി സമ്മതിച്ചു. ഫ്രം എ ഓൺ ദി അസംഷൻ ദാറ്റ് എ ഈസ് ദ റിയൽ ടൈറ്റിൽ ഹോൾഡർ ഓഫ് ദി. എ ആണ് റിയൽ ഓണർ, ടൈറ്റിൽ ഹോൾഡർ ഓഫ് ദി പ്രോപ്പർട്ടി എ ആണ് എന്ന് വിചാരിച്ചിട്ട് ബി ആ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു എ ടൈറ്റിൽ ഓഫ് ദി പ്രോപ്പർട്ടി. അല്ലെ, രണ്ടുപേരുടെയും ആ ടൈറ്റിൽ എയും വിചാരിച്ചു എയുടെയാണ്, ബി വിചാരിച്ചു എയുടെ തന്നെയാണ് അല്ലേ. ആ ടൈറ്റിലുണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ച് അവിടെ തെറ്റുകൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു ടൈറ്റിൽ ഓഫ് ദി പ്രോപ്പർട്ടി എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വരുന്ന തെറ്റുകൾ അല്ലേ. മിസ്റ്റേക്ക് ആസ് ടു ദി quantity of the subject matter arises when the quantity of subject matter contracted to be sold and bought is fundamentally different from the quantity intended to be sold and bought അല്ലേ. എത്രത്തോളം? ഇപ്പോൾ 10 കിലോ എന്നുള്ളത് 15 കിലോ, അങ്ങനെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരിക. ക്വാണ്ടിറ്റി സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നതിനെയാണ് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ എന്നുള്ളതിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ക്വാളിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ക്വാളിറ്റി പറഞ്ഞാൽ ഗുണം അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഗുണം ആ സബ്ജക്റ്റ് മാറ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അതാണ് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ക്വാളിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ഇഫ് ദി സബ്ജക്റ്റ് മാറ്റർ ഈസ് സംതിങ് എസെൻഷ്യലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ദ പാർട്ടീസ് ടു ഇറ്റ് ടു ബി ആൻ എഗ്രിമെൻറ്റ് ദെൻ ഇറ്റ് ഈസ് വോയിഡ്. പിന്നെ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ പ്രൈസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ പ്രൈസ് മേടിക്കുന്നതിൽ തെറ്റുകൾ സംഭവിക്കുക, അതിനെയാണ് പ്രൈസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് എ മ്യൂച്വൽ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ പ്രൈസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, അല്ലെ, മ്യൂച്വലായിട്ട് പരസ്പരം രണ്ടാൾക്കും തെറ്റുകൾ സംഭവിക്കുക. പ്രൈസ് ഈടാക്കുന്നതിൽ രണ്ടുപേർക്കും പരസ്പരം തെറ്റുകൾ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വൽ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ പ്രൈസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക, മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി പിന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്കിതിൽ പറയാനുള്ളത്, ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ് പറയുന്നത്. മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ടോപ്പിക്കായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പം മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ, നമ്മളിപ്പോൾ എന്താണോ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്ററിൽ വരുന്ന മിസ്റ്റേക്കുകളെയാണ് ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലേ. അപ്പോൾ നോക്കൂ, ബൈലാറ്ററൽ മിസ്റ്റേക്കിൽ രണ്ട് തരത്തിലാണ് മിസ്റ്റേക്കുകൾ വരുന്നത്. മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്ററും മിസ്റ്റേക്ക് ആസ് ടു ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. മിസ്റ്റേക്ക് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്ററിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് തെറ്റുകൾ വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ആ പോയിന്റുകൾ മാത്രം പഠിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൽ തന്നെ ഉണ്ട്. മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, എങ്ങനെയാണോ ആ സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസ് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നതിനെയാണ് മിസ്റ്റേക്ക് ആസ് ടു ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. പിന്നെ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, ഐഡൻറ്റിറ്റിയിൽ വരുന്ന തെറ്റ് അല്ലേ. മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ഒരാൾ ഒരു തരത്തിൽ വിചാരിക്കുക, രണ്ടുപേര് തമ്മിലാണല്ലോ ബൈലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു തരത്തിൽ വിചാരിക്കുന്നു, മറ്റൊരാൾ വേറൊരു തരത്തിൽ വിചാരിക്കുന്നു. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുന്നതിനെയാണ് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. പിന്നെ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ടൈറ്റിൽ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ അല്ലേ. പറയുകയാണ് ഒരു പ്രോപ്പർട്ടി എയുടെയാണ് എന്ന് പറഞ്ഞിട്ട് അത് ബിക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. എക്കും അറിയണില്ല ബിക്കും അറിയണില്ല അത് എയുടെ അല്ല പ്രോപ്പർട്ടി എന്നുള്ളത് അല്ലേ. ടൈറ്റിൽ തന്നെ തെറ്റ് സംഭവിക്കുന്നു. പിന്നെ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ക്വാണ്ടിറ്റി, നമ്മൾ സാധനം വാങ്ങുക വിൽക്കുക ഒക്കെ ചെയ്യുന്നു അല്ലേ. ആ തൂക്കത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നതിനെയാണ് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി ക്വാളിറ്റി, ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ച ക്വാളിറ്റി ഇല്ലാതെ വരിക, അതിനെയാണ് ക്വാളിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ പ്രൈസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, പ്രൈസിൽ വരുന്ന വ്യത്യാസം അതിനെയാണ് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ പ്രൈസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ഇത്രയാണ് എന്താണ് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി സബ്ജക്റ്റ് മാറ്റർ എന്നുള്ള ബൈലാറ്ററൽ മിസ്റ്റേക്കിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ടോപ്പിക്കും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്, മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് അല്ലേ.
പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിൽ വരുന്ന തെറ്റ് അല്ലേ. ഇഫ് ദി പാർട്ടീസ് ടു എൻ എഗ്രിമെൻറ്റ് ബിലീവ് ദാറ്റ് ദി എഗ്രിമെൻറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പെർഫോമൻസ് വെയിൽ ഈസ് ഫാക്ട് ഇറ്റ് ഈസ് നോട്ട് ദി എഗ്രിമെൻറ്റ് ഈസ് പ്രസൻറ്റഡ് വോയിഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഇമ്പോസിബിലിറ്റി അല്ലേ. പെർഫോമൻസ് ശരിയായ തരത്തിൽ ഇമ്പോസിബിൾ ആവുക അല്ലേ. അതിലൊന്ന് വരുന്നതാണ് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയും ലീഗൽ ഇമ്പോസിബിലിറ്റി. രണ്ട് തരത്തിലാണ് ഇമ്പോസിബിലിറ്റിയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്നും സെക്കൻഡ് വൺ ലീഗൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞ് രണ്ടായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇഫ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സംതിങ് ഫോംസ് ബട്ട് ദി ബേസിസ് ഓഫ് എൻ എഗ്രിമെൻറ്റ് then the agreement will become void of such a state does not exist അല്ലേ. അപ്പോൾ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി നമ്മളൊരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഡസ് നോട്ട് എക്സിസ്റ്റ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല. നോക്കൂ, ഇഫ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് സംതിങ് ഫോംസ്, ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും എക്സിസ്റ്റൻസ് ഇല്ല, നിലനിൽക്കുന്നില്ല. അങ്ങനെ വരുന്ന തെറ്റിനെയാണ് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇഫ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് ഓഫ് സംതിങ് ഫോംസ് ദ ബേസിസ് ഓഫ് എൻ എഗ്രിമെൻറ്റ് ദെൻ ദി എഗ്രിമെൻറ്റ് വിൽ ബിക്കം വോയിഡ് ഇഫ് സച്ച് എ സ്റ്റേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. പിന്നെ ലീഗലായിട്ട് നമുക്ക് തെറ്റുപറ്റിയ നിയമം എന്തൊക്കെയാണോ പറയുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാതിരിക്കുക അല്ലേ. എ കോൺട്രാക്ട് ഈസ് വോയിഡ് ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് സംതിങ് ഷാൾ ബി ഡൺ വിച്ച് ദ ഫാക്ട് ഈസ് ലീഗലി ഇമ്പോസിബിൾ. നിയമപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെ വരുന്ന തെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഗൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇന്നെടുത്ത ക്ലാസ് ഒന്നും കൂടി ആദ്യം മുതൽ പറയാം, ശ്രദ്ധിക്കുക. നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് പറഞ്ഞത് എന്നുള്ളത് പറയാം. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ടാകുന്ന നിൽക്കട്ടെ. നമ്മൾ ഇന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഒന്നും കൂടി പറഞ്ഞിട്ട് അവിടേക്ക് പോവാം കേട്ടോ. അപ്പം നമ്മൾ മിസ്റ്റേക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്കാണ് പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്കിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. മിസ്റ്റേക്ക് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും അല്ലേ, രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് വൺ മിസ്റ്റേക്ക് ഓഫ് ലോ, രണ്ടാമത്തെ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്, അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഓഫ് ലോയിൽ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മിസ്റ്റേക്ക് ഓഫ് ലോയിൽ ഇന്ത്യൻ ലോയും ഉണ്ട്, ഫോറിൻ ലോയും നമ്മൾ പറഞ്ഞു. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ വരുന്നതാണ് ബൈലാട്രൽ മിസ്റ്റേക്ക് എന്നും യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്നും രണ്ടെണ്ണമാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ വന്നത്. പിന്നെ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ പറഞ്ഞു അല്ലേ. ഇന്ത്യൻ ലോ പ്രകാരം നമ്മൾ ഇന്ത്യൻ ലോ നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നമുക്ക് ഇഗ്നറൻസ് കൊണ്ടാണ് തെറ്റ്, നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് തെറ്റ് പറ്റിയത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദർ ഈസ് നോ എക്സ്ക്യൂസ്. എന്തായാലും നിയമം നമുക്ക് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ അല്ലേ. പിന്നെ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ അല്ലേ, വിദേശ രാജ്യങ്ങളിലെ രണ്ട് ആൾക്കാർ തമ്മിലാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് തെറ്റ് പറ്റിയത് വെച്ചെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും, അത് വോയിഡാണ്. അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ് അല്ലേ. ടേംസ് ആൻഡ് കണ്ടീഷൻസിലും അതേമാതിരി തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓർ എനി ഫാക്റ്റ്, ഏതെങ്കിലും ഫാക്റ്റ് എസെൻഷ്യലായ കാര്യങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷൻ ഓർ എനി ഫാക്റ്റ് എസെൻഷ്യലായ കാര്യങ്ങളിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ബൈലാട്രൽ ആൻഡ് യൂണിലാട്രൽ മിസ്റ്റേക്ക്. ബൈലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസാണ് ഉണ്ടായിരിക്കുക, രണ്ട് പാർട്ടീസിനും ഒരുപോലെ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ബൈലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നു. അതാണ് പറയുന്നത് ഇഫ് ബോത്ത് പാർട്ടീസ് ടു എൻ അഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്, അങ്ങനെ രണ്ട് പേർക്കും തെറ്റുകൾ സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ. മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കണ്ടീഷൻസാണ് പറയുന്നത് മ്യൂച്വൽ രണ്ട് പേർക്കും. പിന്നെ മിസ്റ്റേക്ക് മസ്റ്റ് ബി ഫാക്ട് നോട്ട് ഓഫ് ലോ, ഫാക്റ്റ് പ്രകാരം, ലോ പ്രകാരം അല്ലാതെ. മിസ്റ്റേക്ക് മസ്റ്റ് ബി ഫാക്ട് വിച്ച് ഈസ് എസെൻഷ്യൽ ടു എൻ എഗ്രിമെൻറ്റ്, നമ്മുടെ എഗ്രിമെൻറ്റിന് എസെൻഷ്യലായ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് എന്ത് സംഭവിക്കുന്നു, തെറ്റ് സംഭവിക്കുന്നു. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതിൽ? ബൈലാട്രൽ മിസ്റ്റേക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ടൈപ്സ് ഓഫ് ബൈലാട്രൽ മിസ്റ്റേക്കാണ് പറഞ്ഞത് അല്ലേ. ആ ടൈപ്സ് ഓഫ് ബൈലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ടൈപ്സ് ഓഫ് ബൈലാട്രൽ മിസ്റ്റേക്ക് വരുന്നത്. മിസ്റ്റേക്ക് ഓൺ ദി സബ്ജക്റ്റ് മാറ്ററിലും മിസ്റ്റേക്ക് ഓൺ ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിലും അല്ലേ. മിസ്റ്റേക്ക് ഓൺ സബ്ജക്റ്റ് മാറ്ററിനെ നമ്മൾ കുറേ ഡിവൈഡ് ചെയ്തു അല്ലേ. ഏതൊക്കെയാണ്? എക്സിസ്റ്റൻസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, പിന്നെ എന്താ പറഞ്ഞത്, ഐഡൻറ്റിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, പിന്നെ ടൈറ്റിൽ തെറ്റ് സംഭവിക്കുന്നു, പിന്നെ ക്വാണ്ടിറ്റിയിൽ തെറ്റ് സംഭവിക്കുന്നു, ക്വാളിറ്റിയിൽ തെറ്റ് സംഭവിക്കുന്നു, പ്രൈസിൽ തെറ്റ് സംഭവിക്കുന്നു അല്ലേ.
പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിനെ നമ്മൾ രണ്ടായിട്ട് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയും ലീഗൽ ഇമ്പോസിബിലിറ്റിയും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. എല്ലാവരും അത് വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ.